ആഴത്തിലുള്ള ഭക്തി ദിവ്യത്വത്തെ ആകർഷിക്കുന്നു. ഗീത മോഹൻ റാം. എന്റെ ഗ്രാൻഡങ്കിൾ ശ്രീ ശേഷഗിരിറാവു പറയാറുണ്ടായിരുന്നു, നാം ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിൽ വലിയ കാര്യമില്ല, കാരണം അവിടുന്ന് സൂര്യനെപ്പോലെയാണ്, അവിടുന്ന് ആകർഷിക്കുന്നു. എന്നാൽ നമ്മുടെ ഭക്തിയിലൂടെയും പ്രവൃത്തികളിലൂടെയും നാം അവിടുത്തെ നമ്മുടെ അടുത്തേക്ക് വരുത്തണം. ഹൃദയത്തിൽ ഭക്തിയോടും സ്നേഹത്തോടും കൂടി ദൈവത്തെ തങ്ങളുടെ അടുത്തേക്ക് വരുത്തിയ ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബംഗളൂരുവിൽ പ്രശസ്തമായ ഒരു കുടുംബമുണ്ടായിരുന്നു. പുട്ടപർത്തിയിൽ നിന്ന് വരുമ്പോൾ സ്വാമി താമസിച്ചിരുന്നത് അവരുടെ കൂടെയായിരുന്നു. ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ അവർ സ്വാമിയെ എത്ര മനോഹരമായാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് ഞങ്ങൾ കണ്ടിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ ഗൃഹനാഥന് വിധവയാവുകയും പ്രായമാവുകയും പക്ഷാഘാതമുണ്ടാവുകയും ചെയ്തു. കുറച്ചുകാലത്തേക്ക് സ്വാമിയുടെ ദർശനത്തിനായി എന്റെ അച്ഛനും അമ്മയും ചേർന്ന് അവളെ ഒരു ടാക്സിയിൽ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവൾ വീൽചെയറിൽ എവിടെയിരുന്നാലും സ്വാമി എപ്പോഴും അവളുടെ അരികിൽ പോയി സ്നേഹത്തോടെ സംസാരിക്കുകയും വിഭൂതി നൽകുകയും ചെയ്യുമായിരുന്നു. ഇത് വർഷങ്ങളോളം തുടർന്നു. സ്വാമിയുടെ കാരുണ്യത്തിന് അതിരുകളില്ല. ഒരു ദിവസം ബംഗളൂരുവിലെ ഞങ്ങളുടെ വീട്ടിൽ അത്താഴത്തിന് വരാൻ സ്വാമി തീരുമാനിച്ചിരുന്നു. ഞങ്ങൾ സ്വാമിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴെല്ലാം സ്വാമിയുടെ അനുവാദത്തോടെ കാറിന്റെ മുന്നിൽ അച്ഛനും സ്വാമിയും പിൻസീറ്റിലും എന്റെ സഹോദരൻ ഡ്രൈവ് ചെയ്യുമ്പോഴും ഞാൻ ഇരിക്കാറുണ്ടായിരുന്നു. ആ പ്രത്യേക ദിവസം എന്റെ സഹോദരൻ അവിടെയുണ്ടായിരുന്നില്ല, എന്റെ അച്ഛനാണ് കാർ ഓടിച്ചത്. തലേദിവസം സ്വാമി എന്നോട് പറഞ്ഞിരുന്നു, "നുവ്വുരാ നീവാ." വൃന്ദാവനത്തിലെ ദർശനത്തിനു ശേഷം ഞങ്ങൾ സ്വാമിയോടൊപ്പം കാറിൽ കയറി. ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ പ്രത്യേക ഭക്തന്റെ വീട്ടിൽ പോകണമെന്ന് സ്വാമി എന്റെ അച്ഛനോട് പറഞ്ഞു. അച്ഛന് വഴി അറിയില്ലായിരുന്നു. ആ കാലത്ത് ജിപിഎസ് ഉണ്ടായിരുന്നില്ല. അച്ഛനോട് സ്വാമി പറഞ്ഞു, "നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഞാൻ അവളുടെ വീട്ടിലേക്ക് നിങ്ങളെ വഴി നടത്താം." ആ സമയത്ത് ഇരുട്ടായിക്കഴിഞ്ഞിരുന്നു. മഴ തുടരുകയും ചെയ്തു. ഞങ്ങൾ വലിയ ബംഗ്ലാവിലെത്തി വട്ടത്തിലുള്ള പാതയിലൂടെ അകത്തേക്ക് ഡ്രൈവ് ചെയ്തു. തുറക്കാൻ വേറെ ആരുമില്ലാത്തതിനാൽ കോമ്പൗണ്ട് ഗേറ്റ് തുറക്കാൻ സ്വാമി എന്നോട് പറഞ്ഞു. വെളിച്ചമൊന്നുമില്ലായിരുന്നു. ആ വലിയ വീടിനുള്ളിൽ ആകെ ഇരുട്ടായിരുന്നു. അച്ഛൻ സ്വാമിതിയോട് പറഞ്ഞു, "വീട്ടിൽ ആരുമില്ലെന്ന് തോന്നുന്നു. അവരാണ് എവിടെയെന്ന് കണ്ടെത്തി നാളെ ഞാൻ നിങ്ങളെ അറിയിക്കാം." എന്നാൽ സ്വാമി പറഞ്ഞു, "അവൾ എവിടെയാണെന്ന് എനിക്കറിയാം." വേലക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ സ്ഥിതി ചെയ്തിരുന്ന ബംഗ്ലാവിന്റെ പുറകുവശത്തേക്ക് നടക്കാൻ വേണ്ടി അവിടുന്ന് കാറിൽ നിന്നിറങ്ങി. അച്ഛൻ വീണ്ടും പറഞ്ഞു, "സ്വാമി, ഇവിടെ ആരുമില്ല." എന്നാൽ സ്വാമി മറുപടി പറഞ്ഞു, "നുവ്വ് ഊരുക്കരാ, നീ മിണ്ടാതെ വരിക." അന്ന് നടന്ന കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചെറിയ മരങ്ങളിൽ നിന്ന് വീണ ഇലകളും മഴയും കാരണം നിലം വഴുക്കലുള്ളതായിരുന്നു. വേലക്കാരുടെ ക്വാർട്ടേഴ്സിനു മുന്നിൽ ഒരു ചെറിയ ബൾബുണ്ടായിരുന്നു. ഞങ്ങൾ കതുടപ്പിൽ മുട്ടിയപ്പോൾ ഒരു നഴ്സ് വാതിൽ തുറന്ന് ഞെട്ടിപ്പോയി. കന്നഡയിൽ സംസാരിച്ചുകൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, "ബെന്നി, ബെന്നി, വരൂ, വരൂ. അമ്മ, ഫോട്ടോയിലുള്ള വ്യക്തി വന്നിരിക്കുന്നു." എന്ന് എൽഡർലി ലേഡിയെ വൃദ്ധയെ അറിയിക്കാൻ അവൾ വീടിനുള്ളിലേക്ക് ഓട്ടി. നഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. "നിങ്ങൾ എന്താണ് ഈ പറയുന്നത്?" "ഇല്ല അമ്മ, ഫോട്ടോയിലുള്ള മനുഷ്യൻ വന്നിരിക്കുന്നു" എന്ന് നഴ്സ് വീണ്ടും പറഞ്ഞു. ആ ചെറിയ മുറിയിൽ ഒരു ചെറിയ കട്ടിലുണ്ടായിരുന്നു. അതിന് എതിർവശത്തായി ഒരു വീൽചെയറിൽ ആ വൃദ്ധ ഇരുന്നിരുന്നു. അവിടെ സ്വാമിയുടെ ഫോട്ടോ വെച്ചൊരു ഡെസ്കുമുണ്ടായിരുന്നു. ആ ചിത്രത്തിനു മുന്നിൽ വിളക്ക് കൊളുത്താൻ നഴ്സ് തയ്യാറെടുക്കുകയായിരുന്നു. അന്ന വ്യാഴാഴ്ചയായതിനാൽ ആ വൃദ്ധ തനിയെ ഭജൻ പാടാൻ തുടങ്ങുകയായിരുന്നു. സ്വാമി അകത്തേക്ക് വന്ന് കന്നഡയിൽ പറഞ്ഞു, "നൊടു നാനേ ബന്ധേ, നോക്കൂ, ഞാൻ സ്വയം വന്നിരിക്കുന്നു." ആ വൃദ്ധയുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവർ പറഞ്ഞു, "നിങ്ങൾ എന്തിനാണ് വന്നത്? എനിക്ക് നിങ്ങളെ ശരിയായി സ്വാഗതം ചെയ്യാൻ പോലും കഴിയുന്നില്ല. എനിക്ക് തരാനൊന്നുമില്ല." സ്വാമി പറഞ്ഞു, "ഇല്ലേ ബന്ധേ, നിന്ന നൊടോദിക്ക് ബന്ധേ, ഞാൻ നിങ്ങളെ കാണാൻ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്." ആ വൃദ്ധ പറഞ്ഞു, "വ്യാഴാഴ്ചയായതുകൊണ്ട് ഞാൻ ഭജൻ പാടാൻ ആഗ്രഹിച്ചു." സ്വാമി പറഞ്ഞു, "മാടു നാനു മാടുദിനി പാടു, ഞാനും കൂടെ പാടാം." ദൈവിക ഇച്ഛാശക്തി വെള്ളത്തെ എണ്ണയാക്കി മാറ്റുന്നു. വിളക്ക് കൊളുത്താൻ നഴ്സ് ശ്രമിച്ചെങ്കിലും എണ്ണയുണ്ടായിരുന്നില്ല. അടുക്കളയിൽ പോയി എണ്ണ കണ്ടെത്താൻ സ്വാമി എന്നോട് ആംഗ്യം കാണിച്ചു. എന്നാൽ ആ പ്രത്യേക അവസരത്തിൽ എവിടെയും എണ്ണയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് സ്വാമി എന്നോട് പറഞ്ഞു, "നീലു തേസുചൌര, വെള്ളം കൊണ്ടുവരൂ." അടുക്കളയിൽ നിന്ന് ഒരു ചെറിയ സ്റ്റീൽ കപ്പിൽ ഞാൻ വെള്ളം കൊണ്ടുവന്നു. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ടുവരാൻ സ്വാമി എന്നോട് പറഞ്ഞു. അവൻ സ്പൂണും വിരലുകളും ഉപയോഗിച്ച് വെള്ളം കലക്കി. പിന്നീട് അദ്ദേഹം വിളക്കിലേക്ക് വെള്ളമൊഴിച്ച് തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിച്ചു. വെള്ളം എണ്ണയായി മാറിയിരുന്നു. വിളക്ക് പ്രകാശപൂരിതമായി കത്തി. ഷിർദി സായിബാബ സച്ചരിത്രത്തിൽ സ്വാമി വെള്ളത്തെ എണ്ണയാക്കി മാറ്റുന്നത് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇവിടെയും ഞങ്ങൾ അതേ അത്ഭുതം കണ്ടു. അപ്പോൾ സ്വാമി പറഞ്ഞു, "ബാ ഹാദു, വരൂ, പാടൂ." അന്തരിച്ച പ്രൊഫസർ കസ്തൂരിയുടെ ഭാര്യ രചിച്ച പഴയൊരു കന്നഡ ഗാനം ആ സ്ത്രീ പാടി. "നിന്ന നമ്പി ബന്ധേ എന്ന കൈ ബിദാതിരു."
ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, എന്റെ കൈവിടരുത്. ഇതൊരു നീണ്ട മനോഹരമായ ഗാനമാണ്. സ്വാമി ഒരു വരി പാടി, ആ സ്ത്രീ അടുത്ത വരി പാടി. അങ്ങനെ അവർ മുഴുവൻ പാട്ടും പാടി. അപ്പോൾ സ്വാമി പറഞ്ഞു, ഞാനിപ്പോൾ പോകണം. പത്മനാഭന്റെ വീട്ടിൽ എല്ലാവരും കാത്തിരിക്കുന്നു. അത്താഴത്തിന് വരാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. കമലമ്മ കാത്തിരിക്കുന്നു. ഭക്ഷണം തണുത്തുപോകും, അവൾക്ക് വിഷമം തോന്നും. നിങ്ങളിപ്പോൾ വിശ്രമിക്കുക. ദർശനത്തിനായി വരൂ. എന്നാൽ വിഷമിക്കേണ്ട മൈനസ്, നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാം. ഞങ്ങൾ അവരുടെ വീട്ടിൽ അരമണിക്കൂർ പോലും ചെലവഴിച്ചിരുന്നില്ല. നമസ്കാരം സ്വീകരിക്കാനായി സ്വാമി തന്റെ കൈകൾ അവൾക്ക് നേരെ നീട്ടി. ആ സന്ദർശനത്തിന്റെ 2-3 ആഴ്ചകൾക്കുള്ളിൽ ആ വൃദ്ധ അന്തരിച്ചു. സ്വാമിയോടുള്ള അവളുടെ ദശാബ്ദങ്ങളായുള്ള സ്നേഹത്തിനും ഭക്തിക്കും മറുപടിയായി താൻ വിട്ടുപോകുന്നതിനു മുമ്പ് അവളിൽ തന്റെ സ്നേഹം വർഷിക്കാൻ സ്വാമി ആഗ്രഹിച്ചിരുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് സ്വാമി എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ നിബന്ധനകളില്ലാത്ത സ്നേഹം മാത്രമാണ് എനിക്കു വേണ്ടത്. തന്റെ ഭക്തനെ രക്ഷിക്കാൻ പ്രഭു ഏത് അടിയന്തര അവസ്ഥയിലേക്കും പോകുന്നു. പ്രശാന്തി നിലയത്തിൽ കൊണമ്മ എന്ന പേരിൽ ഒരു സ്ത്രീയുണ്ടായിരുന്നു. അവർ ഒരു ഗ്രാമീണ സ്ത്രീയായിരുന്നു. തന്റെ പേരെഴുതാൻ പോലും അറിയാത്തത്ര നിരക്ഷരയായിരുന്നു. 1966 മുതൽ 67 വരെ കാലഘട്ടത്തിൽ ഞങ്ങൾ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ അവർ പുട്ടപർത്തിയിൽ വന്ന് അവിടെ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സ്വാമിയോട് പറഞ്ഞു. സ്വാമി അവരോട് പറഞ്ഞു, നിങ്ങൾക്കിവിടെ വെറുതെയിരിക്കാൻ കഴിയില്ല, നിങ്ങൾ ചില ജോലികൾ ചെയ്യണം. കൊണമ്മ നിഷ്കളങ്കമായി സ്വാമിയോട് പറഞ്ഞു, പാത്രം കഴുകാൻ എനിക്കറിയാം, കിണറ്റിൽ നിന്ന് വെള്ളം കോരാനും എനിക്കറിയാം. അതിനാൽ നിങ്ങളുടെ കുളിക്കായി ഞാൻ വെള്ളം കോരിത്തരാം. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പാത്രങ്ങൾ കഴുകാം. എല്ലാ ദിവസവും അവർക്ക് സ്വാമിയുടെ ദർശനവും സ്പർശനവും സംഭാഷണവും, കാഴ്ച, സ്പർശം, സംഭാഷണം ലഭിച്ചിരുന്നു. സ്വാമിയുടെ കുളിക്കായി അവർ കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയും സ്വാമിയുടെ പ്രഭാതഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നിവ കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകുകയും ചെയ്യും. കൊണമ്മസ്വാമിയുടെ മുറിയുടെ ഒരു മൂലയിൽ നിൽക്കും. അതിനുശേഷം അപൂർവമായി മാത്രമേ അവളെ വിളിച്ച് പ്ലേറ്റും പാത്രങ്ങളും അവൾ ബാക്കി വന്ന ഭക്ഷണം പ്രസാദമായി വിശുദ്ധീകരിച്ച ഭക്ഷണം കഴിക്കും. അതായിരുന്നു വർഷങ്ങളോളം അവളുടെ ജോലി. ഒരു ദിവസം രാവിലെ ഞാനും അച്ഛനും അമ്മയും ചേട്ടനും പ്രശാന്തി നിലയത്തിലെത്തി. അതൊരു ശനിയാഴ്ചയായിരുന്നു. പതിവുപോലെ രാവിലെ 11-ന് ഭജൻ അവസാനിച്ചിരുന്നു. ഞങ്ങൾ എത്തിയിട്ടേയുള്ളൂ. അപ്പോൾ തന്നെ സ്വാമി എന്റെ അച്ഛനോട് ഞങ്ങൾ എപ്പോഴാണ് ബംഗളൂരുവിലേക്ക് തിരികെ പോകുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ അടുത്ത ദിവസം രാവിലെയാണ് പുറപ്പെടുന്നതെന്ന് അച്ഛൻ മറുപടി നൽകി. എന്നാൽ കൊണമ്മയ്ക്ക് സുഖമില്ലെന്നും അച്ഛൻ ഉടൻ തന്നെ അവളെ കൂട്ടി ബംഗളൂരുവിലേക്ക് പോകണമെന്നും സ്വാമി പറഞ്ഞു. അന്നത്തെ കാലത്ത് പുട്ടപർത്തിയിലെ ജനറൽ ആശുപത്രിയിൽ പ്രത്യേക ചികിത്സാ സൗകര്യങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. ഉയർന്ന ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് പോകേണ്ടിയിരുന്നു. യാത്രയിൽ കൊണമ്മയോടൊപ്പം ഒരാൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് കാറിൽ അച്ഛന്റെ കൂടെ പോകാൻ സ്വാമി എന്നോടാവശ്യപ്പെട്ടു. കാറിന്റെ പിൻസീറ്റ് കൊണമ്മയ്ക്കായി മാറ്റിവെക്കുമെന്നതിനാൽ എന്റെ അമ്മയോടും ചേട്ടൻ ജഗദീഷിനോടും ബസ്സിൽ ബംഗളൂരുവിലേക്ക് മടങ്ങാൻ സ്വാമി നിർദ്ദേശിച്ചു. കൊണമ്മയോട് ഈ കാര്യം പറയാൻ ഞാനും അമ്മയും പ്രശാന്തി നിലയത്തിലെ പാഠശാല ബ്ലോക്കിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ കഠിനമായ വയറുവേദന കാരണം കൊണമ്മ കണ്ണീരോടെ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവളെ ബംഗളൂരിലേക്ക് കൊണ്ടുപോകാൻ സ്വാമി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അമ്മ അവളെ അറിയിച്ചു. അവൾ സമ്മതിക്കുകയും ഇരിക്കാൻ കഴിയാത്തതിനാൽ കാറിന്റെ പിൻസീറ്റിൽ കിടക്കാൻ ഞങ്ങൾ അവളെ സഹായിക്കുകയും ചെയ്തു. പെട്ടെന്ന് പ്രശാന്തി മന്ദിറിന്റെ വനിതാ വിഭാഗത്തിൽ നിന്ന് സ്വാമി പുറത്തേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിലൊരു കറുത്ത ബാഗുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ അച്ഛനോട് പറഞ്ഞു, പത്മനാഭ, നിന്നുട വസ്ഥാനു കൊണമ്മകു കൊഞ്ചം കഷ്ടം ഔതുണ്ടി. പത്മനാഭ, ഞാനും വരാം, കൊണമ്മയ്ക്ക് ബുദ്ധിമുട്ടാകും. സ്വാമിക്കാരന്റെ മുൻസീറ്റിലിരുന്നു. അച്ഛൻ വണ്ടി ഓടിച്ചു. കൊണമ്മ അവിടെ കിടക്കുന്ന നിലയിൽ ഞാൻ പിൻസീറ്റിലുമിരുന്നു. മുൻദിവസങ്ങളിൽ കനത്ത മഴ പെയ്തിരുന്നതിനാൽ റോഡ് വളരെ മോശവും കുഴികളും ചെളിവെള്ളവും നിറഞ്ഞതുമായിരുന്നു. കാർ സ്ഥിരമായി ചെളിയിൽ പുതഞ്ഞു പോകുകയും മുൻപോട്ട് നീങ്ങാൻ കഴിയാതെ ചക്രങ്ങൾ വേഗത്തിൽ കറങ്ങുകയും ചെയ്യുമായിരുന്നു. എന്റെ ചേട്ടൻ അവിടെയുണ്ടായിരുന്നെങ്കിൽ അവൻ പുറത്തിറങ്ങി കാർ തള്ളിക്കൊടുത്തേനെ. എന്നാൽ ചേട്ടനോ അമ്മയോ അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് വെറും 7 മുതൽ 8 വരെ വയസ്സുമാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ കാർ കുടുങ്ങിയപ്പോൾ അച്ഛൻ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് താഴെയിറങ്ങി. സ്വാമി അത് കണ്ട് വിളിച്ചു പറഞ്ഞു, നീ താഴെയിറങ്ങിയാൽ പിന്നെ ആരാണ് കാർ ഓടിക്കുന്നത്? അച്ഛൻ സ്റ്റീരിയോ പിടിക്കാനും അതേസമയം കാർ തള്ളാനും ശ്രമിച്ചെങ്കിലും അത് സാധ്യമായിരുന്നില്ല. സ്വാമി കാറിൽ നിന്ന് താഴെയിറങ്ങി തന്റെ വസ്ത്രം അഴുക്കാകാതിരിക്കാൻ അത് ഉയർത്തിപ്പിടിച്ചു. സ്വാമിക്കാർ തള്ളുന്നത് അച്ഛന് ഇഷ്ടപ്പെടാത്തതിനാൽ അദ്ദേഹം ആശങ്കാകുലനായി. ഒഡ്ഡു സ്വാമി, വേണ്ട സ്വാമി, ഞാൻ ചെയ്തുകൊള്ളാം. അപ്പോൾ സ്വാമി പറഞ്ഞു, നുവ്വ ഗമ്മനു കുറിച്ചോ, നീ മിണ്ടാതെയിരിക്കെ. എന്താണ് സംഭവിക്കുന്നതെന്ന് അത്ഭുതത്തോടെ ഞാൻ പിൻസീറ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ സ്വാമി ഒരു വിരലുകൊണ്ട് കാർ പതുക്കെ തള്ളുന്നത് ഞങ്ങൾ കണ്ടു. അത് മുന്നോട്ട് നീങ്ങി കുഴി എളുപ്പത്തിൽ കടന്നുപോയി. അച്ഛൻ വിസ്മയഭരിതനായി. അദ്ദേഹം ചോദിച്ചു, സ്വാമി, അങ്ങിതെങ്ങനെ ചെയ്തു? അപ്പോൾ സ്വാമി അഗാധമായൊരു കാര്യം പറഞ്ഞു. ഗോവർദ്ധനഗിരി എത്തിവാനിക്ക് നീ കാറിമി.
ഗോവർദ്ധന പർവ്വതം ഉയർത്തിയവന് നിന്റെ കാറൊക്കെ ഒരു കാര്യമാണോ? കുറച്ച് കിലോമീറ്ററുകൾ പിന്നിടുമ്പോൾ തന്നെ കാർ കുഴികളിലോ കാട്ടുപാതകളിലോ വീണ്ടും കുടുങ്ങിക്കൊണ്ടിരുന്നു. ഓരോ തവണയും ഞങ്ങൾ പ്രതീക്ഷയോടെ സ്വാമിയെ നോക്കുമായിരുന്നു. അദ്ദേഹം ചെറുതായി തള്ളുമ്പോൾ കാർ മുന്നോട്ടു നീങ്ങുമായിരുന്നു. സായിരാമ സായിരാമ എന്നുരുവിട്ടുകൊണ്ട് കൊണമ്മ വേദനയിൽ പുളയുകയായിരുന്നു. സ്വാമി തിരിഞ്ഞു നോക്കി വിഭൂതിയുണ്ടാക്കി അവൾക്ക് നൽകിക്കൊണ്ട് പറയും, ടീനു, ഇത് കഴിക്കൂ. ഒപ്പം അദ്ദേഹം അവളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യും. കൊണമ്മ, നമ്മൾ ബംഗളൂരുവിനടുത്ത് എത്തിയിരിക്കുന്നു. എന്നാൽ സത്യത്തിൽ ഞങ്ങൾക്ക് ഇനിയും ഏറെ ദൂരം പോകാനുണ്ടായിരുന്നു. തുടരും. ഞങ്ങൾ പെനുക്കൊണ്ടയിൽ നിർത്തി. സ്വാമി ഉച്ചഭക്ഷണം കഴിക്കാതെ ഭജനയ്ക്ക് ശേഷം ഉടൻ പുട്ടപർത്തി വിട്ടുപോയതിനാൽ എന്റെ അച്ഛൻ ആശങ്കാകുലനായിരുന്നു. സാധാരണയായി ഞങ്ങൾ കാറിൽ സ്വാമിയെ കൊണ്ടുവരുമ്പോൾ അമ്മ നല്ലൊരു പിക്നിക് ലഞ്ച് പാക്ക് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമുണ്ടായിരുന്നില്ല. പെനുക്കൊണ്ടയിൽ വെച്ച് വഴിയരികിലെ ഒരു കടയിൽ നിന്ന് ദോശ, അരിയും പരിപ്പും അരച്ചുണ്ടാക്കുന്ന ഒരു ദക്ഷിണേന്ത്യൻ പലഹാരം വാങ്ങിവരുവാൻ സ്വാമി എന്റെ അച്ഛനോട് ആവശ്യപ്പെട്ടു. സ്വാമി ദോശ കഴിച്ചു. തുടർന്ന് കാർ ഓടിക്കേണ്ടതുകൊണ്ട് അച്ഛനോടുമൊന്ന് കഴിക്കാൻ സ്വാമി സ്നേഹത്തോടെ ആവശ്യപ്പെട്ടു. അതിനുശേഷം അവൻ കൊണമയോട് ചോദിച്ചു, നുവ്വുകൂടെ ടിൻഡവാ, നീയും കഴിക്കുമോ? ഞങ്ങളൊടുവിൽ വൈകുന്നേരം 6:45 ബംഗളൂരുവിലെത്തി. സ്വാമി പറഞ്ഞു, പത്മനാഭ കല്ലപ്പ നഴ്സിംഗ് ഹോമിലേക്ക് പോകൂ. കർണാടകയിലെ കൂർഗിൽ നിന്നുള്ള വളരെ നല്ല ജനറൽ സർജനാണ് ഡോക്ടർ കല്ലപ്പ. സ്വാമിയുടെ ദർശനത്തിനായി അദ്ദേഹം വൃന്ദാവനത്തിൽ വരാറുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ സ്വാമി കാറിൽ നിന്ന് ഇറങ്ങിവരാൻ അച്ഛനെ വിളിച്ചു. ഞാൻ കൊണമയോടൊപ്പം കാറിലുണ്ടായിരുന്നു. അവർ ബെല്ലടിച്ചു. ഡോക്ടർ കല്ലപ്പ വാതിൽ തുറന്ന് സ്വാമിയെ കണ്ട് അത്ഭുതപ്പെടുകയും കന്നഡയിൽ സ്വാമികളെ സ്വാമികളെ എന്ന് ആശ്ചര്യത്തോടെ വിളിക്കുകയും ചെയ്തു. സ്വാമി പറഞ്ഞു, ഹെഗിഡേയ കല്ലപ്പ, സുഖമാണോ കല്ലപ്പ? ഡോക്ടർ കല്ലപ്പ ചോദിച്ചു, സ്വാമി, അങ്ങ് എന്തിനാണ് പെട്ടെന്ന് വന്നത്? സ്വാമി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതല്ല. പുട്ടപർത്തിയിൽ നിന്ന് ഞാൻ ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അവളെ ഒന്ന് കാണണം. അവൾക്ക് ശസ്ത്രക്രിയ ആവശ്യമാണ്. സ്ട്രെച്ചർ കൊണ്ടുവന്നു. കൊണമയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് OT കൊണ്ടുപോകുകയും എക്സ്റേ എടുക്കുകയും ചെയ്തു. സ്വാമിയും ഒടിയുടെ ഉള്ളിലേക്ക് പോയി. ചിത്രം കണ്ട് ഡോക്ടർ കല്ലപ്പ അത്ഭുതപ്പെട്ടു. ചിത്രത്തിലെ തുടർന്നുള്ള ഭാഗം എന്ന് ചോദിച്ചു. സ്വാമി, ഇത്രയധികം മണിക്കൂറുകൾ നീണ്ട പുട്ടപർത്തിയിലെ ദുഷ്കരമായ യാത്രയെ അവൾ എങ്ങനെ അതിജീവിച്ചു? അവൾക്ക് അപ്പൻഡിക്സ് പൊട്ടിയിരിക്കുകയാണ്. നിമ്മദയ സ്വാമി, അങ്ങയുടെ കാരുണ്യം സ്വാമി. സ്വാമി മറുപടി പറഞ്ഞു, അതെ അതെ. അപ്പോൾ ഡോക്ടർ കല്ലപ്പ പറഞ്ഞു, സ്വാമി, അനസ്തെറ്റിസ്റ്റ് ഇവിടെയില്ല. അന്നൊക്കെ സെൽഫോണുകൾ ഉണ്ടായിരുന്നില്ല. ആളുകളെ നേരിട്ട് പോയി വിളിക്കണമായിരുന്നു. ദിവ്യ അനസ്തെറ്റിസ്റ്റ്. ഡോക്ടർ കല്ലപ്പ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു. നിന്ന ഡോക്ടർ ക്ലബ് അല്ലിതാനെ ബന്ദ്രുകുട അനേഷ്യ കൊടക്കെ. സ്വാമി എന്നോട് ചോദിച്ചു, നീകു തെലുസ കമലമ്മ എക്കട ബിയം പെത്തിന്തി. കമലമ്മ അരിവെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കത്രമാത്രം അറിയാമായിരുന്നു. സ്വാമി പറഞ്ഞു, ഞാനിപ്പോൾ കഴിക്കാൻ മിരിയാലു ചാരു പെപ്പർ രസം ഉണ്ടാക്കാം. കമലമ്മ ഇന്ന് രാത്രി വൈകി വരും. നാളെ രാവിലെ കുഴപ്പമൊന്നുമുണ്ടാകില്ല. നെന്നുകാട വന്ത ചേസിന്തി മീരു ഇതൊരു ഭോജനം ചെയ്യന്തി. ഞാൻ പാചകം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കഴിക്കൂ. എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായ എന്റെ അച്ഛൻ അതിന് സമ്മതിച്ചു. അത്താഴം കഴിച്ചതിനുശേഷം സ്വാമി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ താമസിച്ചിരുന്ന പതിവ് മുറിയിലേക്ക് പിൻവാങ്ങി. അടുത്ത ദിവസം രാവിലെ സ്വാമി പറഞ്ഞു, നൂണം കാണാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ആ സമയത്തെന്റെ അമ്മ എത്തിയിരുന്നു. ഒരു സാധാരണ ഗൃഹനാഥയെപ്പോലെ സ്വാമി വീട്ടിൽ നിൽക്കുന്നത് മനസ്സിലാക്കിയ അവർ ഞെട്ടിപ്പോയി. സ്വാമി ഇവിടെയുണ്ടോ? നിങ്ങളെല്ലാം അദ്ദേഹത്തിന് എന്താണ് നൽകിയത്? നിങ്ങൾക്ക് പാചകം ചെയ്യാനറിയാമോ? എന്നാൽ സ്വാമി പറഞ്ഞു, വിഷമിക്കേണ്ട കമലമ്മേ, നിന്റെ ഭർത്താവിന് പാചകം ചെയ്യാനറിയ ഹോങ്കോസ് അറിയില്ല. ഞാൻ പാചകം ചെയ്തത്. മിരിയാലുചാരു ബാഗുന്തി കഥ. പെപ്പർ രസം നല്ലതായിരുന്നു അല്ലേ? സ്വാമിയുടെ കരുതലും സ്നേഹവും തന്റെ കടുത്ത ഭക്തയോട് അദ്ദേഹത്തെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അച്ഛൻ സ്വാമിതിയോട് പറഞ്ഞു. എന്നാൽ സ്വാമി കാണിച്ച കരുതലും സ്നേഹവും വളരെ സ്പർശിക്കുന്നതായിരുന്നു. ഞാൻ കോണമ്മയ്ക്ക് കുറച്ച് കാപ്പി കൊണ്ടുപോകണം. അവൾ കണ്ണു തുറക്കുമ്പോൾ ഡ്രിപ്പുകളും ലൈറ്റുകളും നഴ്സിംഗ് ഹോമിന്റെ അന്തരീക്ഷവും കണ്ട് പേടിക്കും. അവൾ ഒരു ഗ്രാമീണയാണ്. അവൾക്ക് കല്ലപ്പയെയോ കന്നഡയോ അറിയില്ല. നെന്നു ഒക്കട കഥാതനേകി തെലുസു പാപം. അവൾക്കെന്നെ മാത്രമേ അറിയൂ, പാവം അല്ലേ? ഞങ്ങൾ നഴ്സിംഗ് ഹോമിലെത്തിയപ്പോൾ കോണമ്മ ബോധരഹിതയായി കിടക്കുകയായിരുന്നു. സ്വാമി അവളെ വിളിച്ചു. കോണമ്മ ലെയി ഓപ്പറേഷനായി പോയിന്തി. കോണമ്മ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, ഓപ്പറേഷൻ കഴിഞ്ഞു. അവൾ പെട്ടെന്ന് ബോധം വീണ്ടെടുത്തു. സ്വാമി അവളോട് പറഞ്ഞു, ഇത് കുടിക്കൂ. ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ ഏതു പ്രശ്നവും തരണം ചെയ്യാം. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ സ്വാമി അഖണ്ഡഭജനകൾക്കായി ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വലിയ ബഹളമുണ്ടാക്കാറുണ്ടായിരുന്നു.
സ്വാമി ഇവിടെയുണ്ട്, നിശബ്ദരായിരിക്കൂ എന്നു പറഞ്ഞ് മുതിർന്നവർ ഞങ്ങളെ ശാസിക്കാറുണ്ടായിരുന്നു. ഷല്ലുകളും ചരൽക്കല്ലുകളും ഉപയോഗിച്ച് ബോർഡ് ഗെയിമുകൾ കളിച്ച് സമയം കളയാൻ അവർ ഞങ്ങളെ മറ്റൊരു മുറിയിലേക്ക് അയക്കുമായിരുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുകയും അത് അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ തന്നെ നിലത്തുനിന്ന് മറ്റ് 4 കല്ലുകൾ ഒരേ കൈകൊണ്ട് കോരിയെടുക്കുകയും പിന്നീട് താഴെ വീഴുന്നതിനു മുമ്പ് ആദ്യം എറിഞ്ഞ കല്ല് പിടിച്ചെടുക്കുകയും ചെയ്യുന്ന കല്ലുകളിലെ കളിയിൽ സ്വാമി വളരെ വിദഗ്ധനായിരുന്നു. സ്വാമി ആ കളി വളരെ വേഗം തീർക്കുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും തോൽക്കുകയും ചെയ്യും. പാമ്പും ഏണിയും മറ്റൊരിഷ്ടകളിയായിരുന്നു. ഇടയ്ക്കിടെ സ്വാമിയും ഈ കളിയിൽ ഞങ്ങളോടൊപ്പം ചേരാറുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഞങ്ങൾക്ക് ആഴമേറിയ ഒരു ആത്മീയ പാഠം പകർന്നുതന്നു. സ്വാമി കളിക്കുമ്പോഴെല്ലാം ഏണിയിലെത്താൻ ആവശ്യമായ കൃത്യമായ നമ്പറിലാണ് ഡൈസ് പകിട എപ്പോഴും വീഴാറുള്ളത്. അദ്ദേഹത്തിനൊരിക്കലും പാമ്പിലൂടെ താഴേക്ക് പോകേണ്ടി വന്നിരുന്നില്ല. പകരം എല്ലാ ഏണികളും കയറി കളി വിജയിക്കാൻ അദ്ദേഹത്തിനെപ്പോഴും സാധിച്ചിരുന്നു. ഒരിക്കൽ എന്റെ കസിൻ സ്വാമിയോട് പറഞ്ഞു, "നിങ്ങളെപ്പോഴും വിജയിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല." അപ്പോൾ സ്വാമി പറഞ്ഞു, "ഇല്ല, ഇല്ല, നിങ്ങൾ കളിക്കുന്നതുപോലെ തന്നെ ഞാനും കളിക്കാം." അദ്ദേഹം ഞങ്ങളെപ്പോലെ കളിക്കാൻ തുടങ്ങി. കുറച്ച് പാമ്പുകളിലൂടെ താഴേക്കിറങ്ങുകയും കുറച്ച് ഏണികളിലൂടെ കയറുകയും ചെയ്തു. എല്ലാം സാധാരണ രീതിയിൽ മുന്നോട്ടു പോകുകയായിരുന്നു. ബോർഡിന്റെ അവസാനം ഒരാൾ 98-ാം നമ്പറിലെത്തുമ്പോൾ പകിട 1-ാം നമ്പറിലേക്ക് വീണാൽ ഒരാൾ വലിയ പാമ്പിലൂടെ താഴേക്ക് വരണം. എന്നാൽ പകിട 2-ാം നമ്പറിലേക്ക് വീണാൽ നിങ്ങൾ 100-ാം നമ്പറിലെത്തും. സ്വാമി പകിട ഉരുട്ടി. 2 ലഭിച്ചു, 100-ലെത്തി. ഞങ്ങൾ പ്രതിഷേധിച്ചു, "സ്വാമി, നിങ്ങൾ വീണ്ടും വിജയിച്ചിരിക്കുന്നു." അപ്പോൾ സ്വാമി പറഞ്ഞു, "നോക്കൂ, നിങ്ങൾ പകിടയെ ദൈവമായി കരുതണം. പകിട പോലെ ദൈവത്തെ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ അവനെ അനുവദിച്ചാൽ അവൻ നിങ്ങളെ പാമ്പുകളിലൂടെയും ഏണികളിലൂടെയും കടത്തിവിട്ട് വിജയിപ്പിക്കും. 100-ാം നമ്പറിൽ 1ന്റെ സഹായമില്ലാതെ 0ന് യാതൊരു വിലയുമില്ല. നിങ്ങൾക്ക് ഒന്നിനടുത്തേക്ക് ദിവ്യത്വത്തിലേക്കെത്തണമെങ്കിൽ ജീവിതമെന്ന കളി കളിക്കാൻ നിങ്ങൾക്ക് ദൈവത്തെ പകിടയായി ഉണ്ടായിരിക്കണം. കൂടാതെ തീരുമാനങ്ങളെടുക്കാൻ നിങ്ങൾ അവനെ അനുവദിക്കുകയും വേണം. ജീവിതമെന്ന കളി അവൻ നിങ്ങളെ വിജയകരമായി കടത്തിവിടും. നിങ്ങൾ പാമ്പും ഏണിയും കളിക്കുമ്പോഴെല്ലാം ജീവിതം കയറ്റിറക്കങ്ങൾ നിറഞ്ഞതാണെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങളെ താഴേക്ക് കൊണ്ടുവരുന്ന പാമ്പുകളും മുകളിലേക്ക് പോകുന്ന ഏണികളും അവിടെയുണ്ട്. എന്നാൽ ആത്യന്തികമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കൈകളിൽ ദൈവവുമായി കളിക്കുകയും ചെയ്താൽ അവൻ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടത്തിവിടും. ഒടുവിൽ മുകളിലുള്ള ഒന്നിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ കുട്ടികളെന്ന നിലയിൽ ഒരു കളിയിലൂടെയും ദൈവത്തെ അനുഭവറിഞ്ഞു അറിയാൻ കഴിയുമെന്ന് സ്വാമി നമ്മെ പഠിപ്പിച്ചു. ജീവിതം കയറ്റിറക്കങ്ങൾ നിറഞ്ഞതായിരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ഞങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചാൽ അവൻ നമ്മെ ജീവിതക്കടലിനപ്പുറത്തേക്ക് കൊണ്ടുപോകും.